കോഴിക്കോട് താമരശ്ശേരിയിൽ കെ.എസ്.ആർ.ടി.സി സ്വിഫ്റ്റ് ബസ് തടഞ്ഞ അതിക്രമം ഡ്രൈവറെ ഭീഷണിപ്പെടുത്തിയെന്നും യാത്രക്കാരനെ കയ്യേറ്റം ചെയ്തെന്നും പരാതിയുണ്ട്. കാറിലെത്തിയ 5-അംഗ സംഘമാണ് അതിക്രമം നടത്തിയതെന്ന് ഡ്രൈവർ പറഞ്ഞു. ബസ്സിൽ സീറ്റില്ലെന്നറിയിച്ചതാണ് അതിക്രമത്തിന് പ്രകോപനമായതെന്നാണ് നിഗമനം. രണ്ടാമത്തെ പ്രാവശ്യമാണ്. ഫസ്റ്റ് അവിടുന്ന് പിടിച്ചു, പിന്നെ ഇവിടുന്ന് വന്നിട്ട് ബ്ലോക്ക് ഇട്ടിട്ട് അവരൊരു പ്രശ്നത്തിൽ വന്നിട്ട് അടി ഉണ്ടാവാൻ പോയിട്ട് ഞാൻ പോകുന്നത് അവരോട് പറഞ്ഞാണ്, നിങ്ങളിത് പ്രശ്നമാകതി ലോങ് യാത്രക്കാരാണ്, നിങ്ങളൊന്ന് ഒഴിവാക്കും. അപ്പോൾ അവർ എൻ്റെ അടുത്ത് വന്ന് പിന്നെ ഇവിടുന്ന് 4-5 ആൾക്കാരും കൂടി കൂടുതൽ വന്ന് എന്നെ തള്ളി മാറ്റായത്, എന്നെ അടിച്ചും ചെയ്തു. താമരശ്ശേരിയിൽ വെച്ച് ഒരു കാറ് നമ്മുടെ വണ്ടിക്ക് ക്രോസ് ചെയ്ത് നിർത്തി ഇടേ സൈഡിൽ നിന്ന് ഒരു യാത്രക്കാർ ഒരാളിറങ്ങി ഡ്രൈവറുടെ അടുത്ത് വന്നിട്ട് സീറ്റ് ഉണ്ടോ നോക്കി. നമ്മൾ സീറ്റില്ലാന്ന് പറഞ്ഞ് വണ്ടി മുമ്പോട്ട് വന്നപ്പോൾ അദ്ദേഹം വണ്ടിയുടെ സൈഡിൽ അടിച്ചു. അതിനുശേഷം വണ്ടി മുമ്പോട്ട് വന്ന് ഇവിടെ ഒരു താമരശ്ശേരി പഴയസ്ഥാനം ഒരു പാസഞ്ചർ കയറാൻ നിർത്തി വീണ്ടും ഒരു കാറ് വട്ടമിടുകയും അവരെ തകടയിലടിച്ചപ്പോൾ എന്താ തങ്ങളുടെ പ്രശ്നം എന്ന് അറിയാൻ വേണ്ടി ഞങ്ങളൊന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം സീറ്റ് ഉണ്ടെങ്കിൽ എനിക്ക് കയറ്റിയാണോ കുഴപ്പം, അതിന് മുമ്പ് സീറ്റില്ലാന്ന് പറഞ്ഞു. അപ്പം പുള്ളി ഭയങ്കര ഷൗട്ട് ചെയ്യുകയാണ് നമ്മുടെ അടുത്തുണ്ടായി. ഡ്രൈവറുടെ അടുത്ത് ഭയങ്കര ഷൗട്ട് ചെയ്തപ്പോൾ വണ്ടിയിലെ യാത്രക്കാരൻ ഇത്രയും ദൂരം പോകണ വണ്ടിയല്ല, നിങ്ങൾക്ക് സീറ്റില്ലാന്ന് പറഞ്ഞാലേ നമ്മൾ പ്രശ്നം പരിഹരിച്ച് തീർക്കാൻ വേണ്ടി ഇറങ്ങിയപ്പോൾ അപ്പോൾ ഒരു പ്രകോപനവും ഇല്ലാണ്ട് അദ്ദേഹത്തിന് ചെവിക്കലിനടിക്കുകയും അദ്ദേഹത്തിന് വാച്ച്, പേഴ്സ് പോക്കറ്റും ഷർട്ടിൻ്റെ പോക്കറ്റ് എന്തൊക്കെ വലിച്ചു വിടുക, അങ്ങനെ പ്രശ്നങ്ങളുണ്ടായി. അപ്പോൾ തന്നെ പോലീസുകാരെ വിളിച്ച് അവർ ഈ താഴത്തേക്ക് കാറിട്ടിട്ട് ഇവിടെ ഉണ്ടാകുന്ന ലോക്കലിലുള്ള ഒരു 5-6 ചെറുപ്പക്കാർ ആൾക്കാർ വന്ന് നമ്മളെ വീണ്ടും ഭീഷണിപ്പെടുത്തി, നിങ്ങൾ ഈ വഴിക്കാനെല്ലാം ഓടുന്നു, നിങ്ങളെ കാണിച്ചു തരാം, ഞങ്ങൾ ഈ ലൈനിൽ തന്നെ ഉള്ള ആൾക്കാരാണ്, നിങ്ങൾ വല്ല നാട്ടിൽ നിന്നും വന്ന ആൾക്കാരിൽ ഇതിൽ പക്കാ ഉണ്ടായി സർ. മുഹമ്മദ് ഷംസീറാണ് വിവരങ്ങൾ നൽകുക. ഷംസീർ, അക്രമി സംഘത്തെ തിരിച്ചറിഞ്ഞിട്ടുണ്ടോ? അക്രമി സംഘത്തെക്കുറിച്ച് വ്യക്തമായൊരു സൂചന പോലീസിന് ഇതുവരെ ലഭിച്ചിട്ടില്ല. എന്നാൽ താമരശ്ശേരി സ്വദേശികളാണ് ഈ അതിക്രമത്തിന് പിന്നിലെന്നുള്ള പോലീസിനുണ്ട്. ഏതായാലും ഇന്ന് പുലർച്ചെ 1 മണിയോട് കൂടിയാണ് സംഭവം ഉണ്ടാകുന്നത്. ഈ കെ.എസ്.ആർ.ടി.സി ഡിപ്പോയുടെ മുൻവശത്ത് വെച്ചാണ്, താമരശ്ശേരി കാരാടി കെ.എസ്.ആർ.ടി.സി ഡിപ്പോയുടെ മുൻവശത്ത് വെച്ചാണ് ആദ്യം ഈ അക്രമി സംഘം എത്തുകയും ഈ കെ.എസ്.ആർ.ടി.സി ബസ്സിൽ സീറ്റുണ്ടോ കയറണമെന്ന് പറയുകയുമായിരുന്നു. എന്നാൽ സീറ്റ് ിന് പിന്നാലെ 1/2 കിലോമീറ്റർ അപ്പുറത്ത് വെച്ചാണ് പിന്നീട് ഈ ഒരു സംഘർഷം ഉണ്ടാകുന്ന സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ മാറിയത്. താമരശ്ശേരി ബസ് ബേയിന് സമീപത്ത് വെച്ചാണ് പിന്നീട് ഒരു സംഘർഷത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങിയത്. ബസ്സിൽ കയറണം എന്ന് വാശി പിടിക്കുകയും സീറ്റില്ല എന്ന് അറിയിച്ചതിലുള്ള പ്രകോപനം അവിടെ തീർക്കുകയുമായിരുന്നു. ആദ്യം കെ.എസ്.ആർ.ടി.സി ബസ് ഡ്രൈവറുടെ ഡോറിനടുത്ത് വന്ന് ഈ ഡോറിൽ അടിക്കുകയും കെ.എസ്.ആർ.ടി.സി ബസ് ഡ്രൈവറെ ഭീഷണിപ്പെടുത്തുകയും ചെയ്യുന്ന നിലയുണ്ടായി. തൊട്ടു പിന്നാലെയാണ് ബസ്സിലുണ്ടായിരുന്ന യാത്രക്കാരൻ വന്ന് ഇതിൽ ഇടപെട്ടത്. ഇതിന് പിന്നാലെയാണ് ഈ യാത്രക്കാരന് കൂടി മർദ്ദനമേൽക്കുന്ന സ്ഥിതി ഉണ്ടായത്. യാത്രക്കാരനാണ് ഇതിന് പിന്നാലെ പോലീസ് എത്തി സ്ഥിതി ശാന്തമാക്കുകയായിരുന്നു. എന്നാൽ അതോടകം തന്നെ അക്രമി സംഘം അവിടെ നിന്ന് കടന്നു കളയുകയായിരുന്നു. കാറിലെത്തിയ സംഘമാണ് ഇങ്ങനെ അതിക്രമം നടത്തിയത് എന്നാണ് നമുക്കറിയാൻ കഴിയുന്നത്. സ്വിഫ്റ്റ് കാറിലെത്തിയ ഒരു സംഘമാണ്, 5-അംഗ സംഘമാണ് ഇങ്ങനെ അതിക്രമം നടത്തിയത് എന്നും അറിയാൻ കഴിയുന്നുണ്ട്. കെ.എസ്.ആർ.ടി.സി ബസ്സിന് കുറുകെ ഈ കാർ ഇടുകയും പിന്നീടാണ് ഇങ്ങനെ ഒരു സംഭവത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങിയത്. ഏതായാലും പോലീസ് പ്രാഥമികമായ മൊഴി ഈ ഡ്രൈവറുടെയും യാത്രക്കാരന്റെയും മൊഴി രേഖപ്പെടുത്തിയിട്ടുണ്ട്. ബാംഗ്ലൂരിൽ എത്തിയതിനു ശേഷം വിശദമായ പരാതി ഇമെയിലായി അയക്കാനുള്ള നിർദ്ദേശം കൂടി നൽകിയിട്ടുണ്ട് എന്ന് അറിയുന്നു. ഒപ്പം തന്നെ കെ.എസ്.ആർ.ടി.സി ബസ്സിൽ CCTV ഉണ്ട്. അതിന്റെ ദൃശ്യങ്ങൾ കൂടി ഈ സംഭവത്തിൽ കേസിൽ നിർണായകമായ തെളിവായി മാറും. അതുകൂടി പോലീസിന് കൈമാറുമെന്നാണ് അറിയാൻ കഴിയുന്നത്.